ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഗൂഗിൾ ടാഗ് മാനേജർ എന്ന ടൂളിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. ഗൂഗിൾ ടാഗ് മാനേജർ അല്ലെങ്കിൽ GTM എന്ന് പറയുന്നത് ഗൂഗിൾ നമുക്ക് ഫ്രീ ആയി തരുന്ന ഒരുപാട് ടൂളുകളുണ്ട്. അങ്ങനെയുള്ള ടൂളുകളിൽ ഏറ്റവും പവർഫുള്ളായ ഒരു ടൂളാണ് ഗൂഗിൾ ടാഗ് മാനേജർ. ഈ ഗൂഗിൾ ടാഗ് മാനേജറെ നമുക്ക് എങ്ങനെ സിമ്പിളായി ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GTM എന്ന് പറയുന്നത് ഒരു മീഡിയേറ്റർ ആണ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ സൈറ്റും യൂസറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഏറ്റവും എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ടാഗ് മാനേജർ. നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ഡെവലപ്പറിൻ്റെ സഹായമില്ലാതെ തന്നെ നമ്മുടെ സൈറ്റിലോട്ട് കണ്ടെയ്നർ ടാഗുകളും മറ്റ് HTML കോഡ്സും പിക്സൽ കോഡും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജർ വഴി സാധിക്കും. അതുപോലെ തന്നെ മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമ്മൾ വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഗൂഗിൾ ടാഗ് മാനേജർ വഴി സാധിക്കും. ഇവിടെ നമുക്ക് ആദ്യം നോക്കേണ്ടത് ടാഗുകളാണ്. ടാഗുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ടാഗ് മാനേജർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പല പല ടാഗുകളായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ടാഗുകൾ എപ്പോഴാണ് സൈറ്റിൽ വർക്ക് ചെയ്ത് തുടങ്ങേണ്ടത് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ട്രിഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ട്രിഗേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് പോയിന്റിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ നടക്കേണ്ടത് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ട്രിഗറിങ് എന്ന് പറയുന്നത്. ഈ ട്രിഗേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലേസ് ഹോൾഡേഴ്സിനെ നമുക്ക് വേരിയബിൾസ് എന്ന് പറയാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ടാഗുകൾ, ട്രിഗറുകൾ, വേരിയബിൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റിലെ ഒരു ഫംഗ്ഷൻ GTM ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം. താങ്ക്